വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. ഒത്തിരി പ്രതിസന്ധികളും വേദനകളും ആകുലതകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് ഈ പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ചേർത്ത് വയ്ക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇന്ന് അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. നിരവധിയായ ആവശ്യങ്ങളിൽ പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഇന്നുവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഒത്തിരി നിയോഗങ്ങൾക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാങ്ങിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും മക്കളെയും ജീവിതത്തെയും ആകുലതകളെയും ഭയങ്ങളെയും സാമ്പത്തിക ഞെരുക്കങ്ങളെയും നഷ്ടങ്ങളെയും ആരോടും പറയാത്ത നമ്മുടെ വിഷമങ്ങളെയും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് ആവശ്യപ്പെടാം. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, നമ്മുടെ ജോലിയെ സമർപ്പിക്കാം, നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയപ്പെടുവാനും നമ്മുടെ ജീവിതം ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുവാനും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികമായ നന്മകളാലും അത്ഭുതസ്ഥിതികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഖസമ്പന്നമായ ജീവിതത്താൽ അങ്ങയെ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃതങ്ങളിലും അനന്തരം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിതലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ
എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർത്യരുടെ ആശ്വാസനായി ബഹുമാനിക്കുവാനും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസമാത്രമെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലവാരമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ സഹിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശ്വാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ യാചിച്ച പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് നമ്മുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളും വേദനകളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം നേർച്ചക്കഞ്ഞി സ്പോൺസർ ചെയ്യുക ലിൻഡ ദേവസിയാണ്. പ്രത്യേകമായിട്ട് ആ മകളുടെ നിയോഗം എന്ന് പറയുന്നത് ജോലി ശരിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആ മകൾക്ക് വേണ്ടിയും ആ മകളുടെ കുടുംബത്തിന് വേണ്ടിയും എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി റെഡിയാകാൻ വേണ്ടിയും ആ മകളെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരു സർജറി നടക്കാനിരിക്കുന്നൊരു മകള് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. അതിൽ ഒത്തിരിയേറെ അനുഗ്രഹത്താൽ നിറയുവാൻ വേണ്ടി ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാര്യം നടന്നു കിട്ടുന്നതിൽ നന്ദി സൂചകമായിട്ടൊരു വിശ്വാസി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കാണാതെ പോയൊരു സാധനം തിരിച്ചു കിട്ടിയതിന് ഒരു വിശ്വാസി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ നൊവേനയിൽ പങ്കെടുക്കുക. പരീക്ഷാ വിജയത്തിന് നന്ദി പറഞ്ഞിട്ട് ടെജി തോമസ് നന്ദി പറഞ്ഞുകൊണ്ടാണ് പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുക്കുക. ഷൺമുഖൻ എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. അസുഖങ്ങൾ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വിശ്വാസി OET പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മെയ് 18-ാം തീയതിയാണ് പരീക്ഷ. ആ പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസൻ കമ്മട്ടിത്തറം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ഫെലിസിയയും കുടുംബവും പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുമ്പാനത്ത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വർഗീസ് വെള്ളാപ്പള്ളി ജോലി തടസ്സം മാറാൻ, കടബാധ്യത മാറാൻ, ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. വർഗീസ് വെള്ളാപ്പള്ളിയെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി വരുന്ന ദിവസങ്ങളിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പും കൂടി കഴിഞ്ഞാലാണ് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുകയുള്ളൂ. പ്രത്യേകമായിട്ട് നമുക്ക് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെയാണ് ആ കുടുംബമായിരിക്കുക. ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന് യാതൊരുവിധ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകലേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ റോണൽ പൊന്നൂസ് ആ മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും റോൺ പൊന്നൂസ് ഈ രണ്ട് മക്കളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷ പാസ്സാകാനും വിവാഹം നടക്കാനും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അക്സ ആൻഡ് ഗ്ലമിൻ പനി അസുഖങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആ വ്യക്തിയെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബെൻ മാത്യു ജിജോ പ്രത്യേകമായിട്ട് പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. സിന്ധു ജെസ്സി കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ തുമ്പാനത്ത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. രണ്ട് മക്കളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. തോമസ് ഐവിളി മാടയ്ക്കൽ പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വീട് പണിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആ വീട് പണിയുടെ എല്ലാ തടസ്സങ്ങളും മാറുവാനും ലോൺ സാങ്ഷൻ ആകുവാനുമൊക്കെ പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആൻഡോ സാജൻ ജോസഫ് കണ്ണുവള്ളി ആ രണ്ട് മക്കളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡീക്കൻ അലക്സ് ആ മകൻ്റെ പട്ടം എത്രയും പെട്ടെന്ന് നടക്കുവാനും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം നൊവേനയിലും വിശുദ്ധ കുർബാനയിലുമൊക്കെ പ്രാർത്ഥന ചോദിക്കുന്നവർ ഇവരാണ്. അവരെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധിയായ അപേക്ഷകൾ പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി പേര് അച്ഛനിപ്പോൾ ഇത് സംരക്ഷണം യൂട്യൂബിലൂടെ ചെയ്യുമ്പോൾ ഒത്തിരി മക്കൾ യൂട്യൂബിലൂടെ അത് കാണുന്നുണ്ട്.
പലരും ആവശ്യങ്ങൾ പറഞ്ഞ് വിളിക്കുക, അച്ഛാ ഞങ്ങളുടെ പ്രാർത്ഥന കൂടി അച്ഛൻ നൊവേനയിൽ ഉൾപ്പെടുത്തണം, ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം. ഒത്തിരി മക്കൾ, ഏകദേശം ഒരു 10,000-നടുത്ത് മക്കൾ ആ നൊവേന പ്രാർത്ഥനയിൽ എല്ലാ ചൊവ്വാഴ്ചയിലും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെ പള്ളിയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബിലെ ആ വീഡിയോ കണ്ട് ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി മക്കൾ പലപ്പോഴും വിളിച്ചു പറയും, അച്ഛാ എൻ്റെ നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകം നൊവേനയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും, അങ്ങനെ ഒത്തിരി മക്കൾ ആ പ്രാർത്ഥനകൾ, ആ നൊവേന കണ്ട് എനിക്ക് എഴുതിയ ലെറ്ററിൽ നിന്നും അപേക്ഷകളാണിതൊക്കെ. പലതും ഒത്തിരി ദൂരെ നിന്ന് എഴുതിയവരാണ്. അപ്പോൾ അവരുടെ നിയോഗങ്ങൾ നമുക്കൊന്ന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനറിയാം നിങ്ങളിത് ഒത്തിരി നേരം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറയുക, ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെയും സങ്കടങ്ങളാണ്, വേദനകളാണ്, കണ്ണീരാണ്. അവർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ അലസമായിട്ട് കളയരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിത് വായിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളും കൂടി ഈ സങ്കടത്തിലൂടെ കടന്നുപോയവരായിരിക്കാം. അപ്പോൾ ആ സങ്കടത്തിന് വേണ്ടി ചിലപ്പോൾ ഒരു കൊച്ചിൻ്റെ കല്യാണം നടക്കാനായിരിക്കാം, ഒരു പരീക്ഷ പാസ്സാക്കാനായിരിക്കാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് വലിയൊരു സങ്കടമാണ്. ആ സങ്കടത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കും. ഞാൻ ആർക്ക് വേണ്ടി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അതാ. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, അച്ഛൻ ഈ പ്രാർത്ഥനകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഒത്തിരിയേറെ നന്ദി പറയുന്നു പ്രാർത്ഥിക്കുന്നതിൽ. ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദിവികാരുണ്യനാഥനായ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ അപേക്ഷ എഴുതുക. പ്രത്യേകമായിട്ട് അച്ഛൻ ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എൻ്റെ മകൻ നന്നായിട്ട് പഠിക്കാനും നല്ലൊരു മകനായിട്ട് ജീവിക്കാനും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്കൊന്നും പോകാതിരിക്കാനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് അവൻ്റെ പേര് അലൻ എന്നാണ്, അലൻ സെബാസ്റ്റ്യൻ എന്നാണ്. പ്രത്യേകമായിട്ട് ആ മകനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്, ആ ബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതിയും. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് 2 മാസം ആയിട്ടുള്ളൂ, അധികം നാളായിട്ടില്ല. ഞങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷപ്രദമായിരിക്കുവാനും യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതിരിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. താമസ സ്ഥലത്തിന് പട്ടയത്തിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്നു. SLC+2 പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എൻ്റെ മക്കൾക്ക് നല്ല വിജയ ശതമാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അനിയന്മാരുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോവാക്കിം എന്നൊരു മകനാണ് ഇത് എഴുതിയിരിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണമേ. ജിനുവച്ച, ഒത്തിരി സ്നേഹത്തോടു കൂടെ അച്ഛനെ ഓർക്കുന്നു. അച്ഛൻ്റെ യൂട്യൂബിലെ വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹപ്രദമാണത്. നൊവേന പ്രാർത്ഥനയിൽ എന്നും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പഠനത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് പഠനം, മറ്റുള്ള കാര്യങ്ങളുമൊക്കെ. ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുക, അതിൻ്റെ അസ്വസ്ഥതകളുണ്ട്. അതെല്ലാം മാറിക്കിട്ടുവാനും നന്നായിട്ട് പഠിക്കുവാനും വേണ്ടിയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ജോവാക്കിൻ എന്ന മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതിയും. ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ഒത്തിരി മക്കൾ ആ കാരണങ്ങളാൽ വേദനിക്കപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണേ. ഞാൻ സിനി ജിജോ, മക്കൾ ഏഞ്ചൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് നല്ല ഏഞ്ചൽ ആ മകൾക്ക് നല്ല വിജ്ഞാനവും ബുദ്ധിയും ആരോഗ്യവുമുള്ള മകളായി തീരുവാനും നന്നായിട്ട് പഠിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജിജോയുടെ ബിസിനസ്സിൻ്റെ വിജയത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുവാനും സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിത്തു എന്നൊരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ഡിപ്രഷൻ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ മകൾക്ക് കവിളിൽ ഇടയ്ക്ക് നീര് വരികയും വേദന എടുക്കുകയും അതുമൂലം ഒത്തിരിയേറെ വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ
എൻ്റെ മകനും അലർജി പ്രശ്നങ്ങളുണ്ട്. ആ അലർജി പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ മകളുടെ കവിളിലെ നീര് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സാന്നിധ്യത്താൽ എൻ്റെ മക്കൾ സുഖപ്പെടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. IELTS എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മേരി എന്നൊരു മകളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിയ ജിബി എന്നൊരു മകൾ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ വേണ്ടി ജിനുവച്ച പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റൂബി എന്നൊരു മകൾ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ വീടിൻ്റെ കടബാധ്യത മാറിക്കിട്ടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മകളുടെ ചുമയും ജലദോഷവും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും വേണ്ടിയും ഭർത്താവിൻ്റെ വേരിക്കോസിസ് അസുഖത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയും കാലിൻ്റെ ഉപ്പുറ്റി വേദനയും മാറിക്കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മകൻ്റെ മദ്യപാനശീലം മാറാൻ വേണ്ടി ഒരു അമ്മ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ തമ്മിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാൻ വേണ്ടി ഒരു മകള് റോൺ എന്ന് പറയുന്നൊരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾ തമ്മിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ബേബി. ഞാൻ ഒത്തിരിയേറെ കടബാധ്യത അനുഭവിക്കുന്നു. എൻ്റെ കടബാധ്യതയെല്ലാം മാറ്റിത്തന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി അച്ഛൻ നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങളുടെ ഭവനത്തിൽ 4 പേരാണുള്ളത്. എന്നും മാറി മാറി അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഭർത്താവിന് എന്നും തലവേദനയും BP കൂടുകയും ഒരാൾക്ക് വയറുവേദനയും തലകറക്കവും രണ്ടാമത്തെ ആൾക്ക് കിഡ്നിയിൽ കല്ലും. അതുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്നൊരു വിശ്വാസി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാർഷൽ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛാ, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടുന്നു. അവർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോസ് എന്നൊരു സഹോദരനാണ്. പ്രത്യേകമായിട്ട് ബിസിനസ്സിൻ്റെ തകർച്ച മാറിക്കിട്ടുന്നതിന് വേണ്ടിയും കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനിത് അതിൻ്റെ ഉള്ളടക്കം മാത്രം, അച്ഛനത് നേരത്തെ വായിച്ചതാണ്, ഇതിൻ്റെ ഉള്ളടക്കം മാത്രമേ അച്ഛൻ പറയുന്നുള്ളൂ. കാരണം മൊത്തം വായിക്കാനുള്ള നേരം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഒത്തിരി നിയോഗങ്ങളുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ആ നിയോഗം മാത്രം പറഞ്ഞിട്ട് പോവുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മരുമകൻ്റെ മദ്യപാനശീലം മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒരു അമ്മ പ്രാർത്ഥന ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, കുട്ടികളായിട്ടില്ല. അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും മകൻ്റെ വിസ വേഗം ശരിയായി കിട്ടുവാനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ മകന് തെറ്റായൊരു സ്നേഹബന്ധമുണ്ട്, അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ആ വ്യക്തിയെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. മകളുടെ കാൽപാദം വിണ്ടുകീറുകയും അതിൽ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും എപ്പോഴും കാലിൽ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. റോയ്സ് എന്ന മകനാണ് ഈ അപേക്ഷ എഴുതുക. എൻ്റെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ മകളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നും കുടുംബത്തിൽ വഴക്കും ഒച്ചപ്പാടും തെറിയുമൊക്കെയാണ്, എന്നും പ്രശ്നമാണ് കുടുംബത്തിൽ. അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുവാനും സമാധാനം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദീപികാരണനാഥ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണേ. എൻ്റെ മകന് ഒരു ജോലി കിട്ടുവാനും രണ്ടാമത്തെ മകൻ +2 പഠിക്കുന്നു, പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോപ്പ, ഈ കുടുംബത്തിലെ ആരെങ്കിലും അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ.
പപ്പയെയും മമ്മിയെയും കാത്തുകൊള്ളണേ. മമ്മിയുടെ എല്ലാവിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും പൂർണ്ണ സൗഖ്യമാക്കി തരണേ. ചേട്ടായിയെ നോക്കിക്കൊള്ളണേ. അവൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകാനും കഷ്ടപ്പാടുകളും ഞങ്ങളുടെ കടങ്ങളും മാറ്റിത്തരണേ. ഒരു തെറ്റിലും ആപത്തിലും പെടാതെ അവനെയും കാത്തുകൊള്ളണേ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടാൻ, ഒരു മകളുടെ ലെറ്ററാണത്, ഞങ്ങളുടെ കടങ്ങൾ വീട്ടാൻ ഒരു വഴി ഞങ്ങൾക്ക് തുറന്നു തരണേ. എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം കാണിച്ചു തരണേ. എത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലി കിട്ടുവാനും കുടുംബത്തിനൊരു കൈത്താങ്ങാകുവാനും എന്നെ സഹായിക്കണേ ഈശോപ്പ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി, എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്നൊരു അപേക്ഷയാണ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. +2 പഠിക്കുന്ന ഒരു മകന് വേണ്ടിയും നഴ്സിംഗ് പഠിക്കുന്ന ഒരു മകന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. റോസ് മരിയ എന്നൊരു മകള് +2 പഠിക്കുന്നു. അതിന് നല്ല പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ബിസിനസ്സിൻ്റെ തകർച്ച മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പ്രമേഹ രോഗിയായ ഒരു മകൻ ജസ് എന്ന് തുടങ്ങുന്നൊരു പേരാണ്, ക്ലിയറായിട്ട് എഴുതി, അതിൽ ബുദ്ധിമുട്ടുണ്ട്. പ്രമേഹ രോഗിയാണ് അവൻ. അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മാനസിക സംഘർഷം ഒഴിവാക്കി നല്ല ഉറക്കം ലഭിക്കുവാൻ വേണ്ടി ഒരു സഹോദരൻ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി മറിയം എന്നൊരു മകള് പ്രാർത്ഥന ചോദിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാളിന് 1000 നന്ദി. പുണ്യവാളിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി BSc നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. അതോടൊപ്പം നല്ലൊരു ഹോസ്പിറ്റൽ ജോലി ശരിയാകുകയും ചെയ്തു. പ്രത്യേകമായിട്ട് ജിനുവച്ച നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമേ. ഈ നിയോഗം നേരത്തെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ നിയോഗത്തിന് ഉത്തരവായിട്ടാണ് ആ മകൾ പിന്നെയും അപേക്ഷ എഴുതിയിട്ട് പ്രാർത്ഥന ചോദിക്കുക. ഞാൻ BBA LLB കോഴ്സ് LLB പഠിക്കുന്നു. അതിൻ്റെ കോഴ്സ് ഏറ്റവും പെട്ടെന്ന് വിജയകരമായി പൂർത്തീകരിക്കുവാനും എൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും റിസൾട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാകാനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുക. വലിയൊരു ലെറ്ററാണ്, എല്ലാം കൂടി വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് കാര്യം മാത്രം ഞാൻ പറഞ്ഞെന്ന് മാത്രം. എൻ്റെ 2 മക്കൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. അവൻ്റെ ഒരു ജോലി ശരിയാകാനും, ഒരു മകൻ മദ്യപാനവും പുകവലിയും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന് ക്യാൻസറാണ്. അവന് 23 വയസ്സേ ഉള്ളൂ. അച്ഛാ, ഒത്തിരി സങ്കടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക. ഞങ്ങൾക്ക് വേണ്ടി നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. 23 വയസ്സായപ്പോഴേക്കും ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആൽബിൻ എന്നൊരു മകനാണ്, 26 വയസ്സുണ്ട്. പള്ളിയിൽ പോവുകയില്ല, സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല. പ്രത്യേകമായിട്ട് അവന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്ന ഒരു അമ്മയാണ്, ഒരു വിശ്വാസി. പ്രത്യേകമായിട്ട് ആ മകൾക്ക് വേണ്ടിയും ആ മകന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഭർത്താവിൻ്റെ മുൻകോപം മാറാൻ വേണ്ടി, അതുമൂലം ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുന്നുണ്ട്, അത് മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. വിദേശത്തായിരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി റോസ്ലി എന്നൊരു മകള് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ടെസ്സി ഡേവിഡ് എന്നൊരു മകള് പ്രാർത്ഥന ചോദിക്കുകയാണ്. 2 വർഷമായി വിസയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷേ എപ്പോഴും റിജക്റ്റഡായി പോകുന്നു. അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അതെല്ലാം മാറിക്കിട്ടുവാനും ഭർത്താവിനോടൊപ്പം ജീവിക്കുവാനും വേണ്ടി എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. ടെസ്സി എന്നൊരു മകളാണ്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി ഒരു അമ്മ പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ മകൻ ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നു. അവന് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും അകറ്റി പരിശുദ്ധാത്മാവാൽ നിറയപ്പെടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അച്ഛ. മാർട്ടിൻ എന്നൊരു മകനാണ്. അതിന് സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്ക് സ്വന്തമായൊരു വീടും സ്ഥലവും ഇല്ല, വാടക വീട്ടിലാണ് ഇപ്പോഴും കഴിയുക. അതിൻ്റെ അസ്വസ്ഥതകളുണ്ട് വീട്ടിൽ. വാടക കൊടുക്കാനും സാധിക്കുന്നില്ല. നല്ലൊരു വീട് വയ്ക്കുവാനും നല്ലൊരു സമാധാന അന്തരീക്ഷത്തോടെ ജീവിക്കാനും എൻ്റെ മക്കൾക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആനന്ദ് എന്നൊരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കാം. വിവാഹം നടക്കാത്തൊരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ജസ്റ്റിൻ എന്നാണ് ആ മകൻ്റെ പേര്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജോലി ശരിയാകാൻ വേണ്ടി ഒരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്.
അനിൽ എന്നാണ് അവൻ്റെ പേര്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മക്കൾക്ക് ഗൾഫിൽ നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു മകള് 10ാം ക്ലാസ്സിലെ എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടെ കൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അലക്സ് എന്നൊരു മകന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. +2 പഠിക്കുകയാണ്. അതുപോലെ തന്നെ റോസി എന്നൊരു മകള് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. എല്ലാ വേദനകളും അസ്വസ്ഥതകളും മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവിൻ്റെ സന്നിധിയിൽ ഇന്ന് യോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥതകളാണ്. എന്നും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഉണ്ട്. കുടുംബത്തിലെ അന്തരീക്ഷം നല്ല രീതിയിലാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിന് 1000 സ്തുതി. എൻ്റെ ഈശോയെ, പരിശുദ്ധാത്മാവേ, എനിക്ക് ഈ മാസം 20-ാം തീയതി ജർമ്മൻ പരീക്ഷയാണ്. എൻ്റെ ഈ പരീക്ഷ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുവാനും എളുപ്പമാകാനും പ്രത്യേകമായിട്ട് അച്ഛൻ നൊവേനയിൽ പ്രാർത്ഥിക്കണേ. എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടുവാൻ വേണ്ടി, വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളെല്ലാം ശരിയാകാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ പഠനത്തിൽ എന്നെ സഹായിക്കണേ. ഒരു മകളാണ് അത് എഴുതിയിരിക്കുക. ആ മകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ മദ്യപാനശീലം മാറിക്കിട്ടാൻ വേണ്ടി ഒരു അമ്മ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആനി എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഒരു മകൾ പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളുടെ മകൻ്റെ ഭാര്യ പിരിഞ്ഞു പോയിട്ട് 14 മാസമായി, തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ. അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുവാനും സന്തോഷത്തോടു കൂടെ ജീവിക്കാനും വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ മകനെ കുറച്ച് വർഷങ്ങളായി ഫിക്സ് എന്ന രോഗമുണ്ട്. അതുമൂലം ഒത്തിരി അസ്വസ്ഥതകൾ അവൻ അനുഭവിക്കുന്നു. പലപ്പോഴും ഫിക്സ് വന്ന് ബോധരഹിതനാവുകയും ചെയ്യുന്നു. അച്ഛാ, എൻ്റെ മകന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അവൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ മകൻ്റെ ഭാര്യ ന്യൂസിലൻഡിൽ പഠിക്കുവാൻ പോയിരിക്കുകയാണ്. പഠനം ഈ മാസം 23-ാം തീയതി കഴിയും. എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിദേശത്തേക്ക് പോകാൻ പ്രാർത്ഥന ചോദിക്കുന്നു. കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥന ചോദിക്കുന്നു. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള മടി മാറിക്കിട്ടാൻ വേണ്ടി ഒരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. OET പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കുടുംബത്തിൻ്റെ പൈശാചിക ബന്ധനങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു സ്ഥലം വിറ്റുപോകാൻ വേണ്ടി ഒരു പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. കുടുംബത്തിൽ എന്നും വഴക്കും ഒച്ചപ്പാടാണ്. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന. വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. വിവാഹ തടസ്സം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കുടുംബത്തിൻ്റെ കടബാധ്യതകളും യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. എൻ്റെ കുടുംബത്തിലെ കടബാധ്യതകൾക്കും എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. അച്ഛാ, പ്രത്യേകമായിട്ട് ദിവ്യബലിയിലും നൊവേനയിലും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. എനിക്ക് 2 പെൺമക്കളാണ്. 9ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്നു. അവർ നന്നായിട്ട് പഠിക്കാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബം പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയാകാനും അവരൊന്നിച്ചു ജീവിക്കാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. ദുബായിലായിരിക്കുന്ന ഒരു മകന് വേണ്ടി ഒരു അമ്മ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. അവൻ്റെ ജോലി സ്ഥലത്ത് ഒത്തിരി പ്രശ്നങ്ങളാണ്, എന്നും തടസ്സങ്ങളാണ്. അതുകൊണ്ടൊപ്പം തന്നെ അവൻ്റെ കുടുംബജീവിതവും വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക. അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ഒരു അമ്മ പ്രാർത്ഥന ചോദിക്കുന്നു. മീനു എന്ന ഒരു മകൾക്ക് വേണ്ടി, എൻ്റെ മകൾ മീനു 2 വർഷമായി ജപ്പാനിൽ പോകാൻ വേണ്ടി പരീക്ഷ എഴുതുന്നു. പക്ഷെ പാസ്സാകുന്നില്ല. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുഞ്ഞുങ്ങൾ പരിശുദ്ധാരൂപിയിൽ വളരാൻ വേണ്ടി, ഭർത്താവിന് ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി, സാമ്പത്തിക ബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി, പുറത്തേക്ക് പോകാനുള്ള വിസ ശരിയാകാൻ വേണ്ടി, അലൻ, ആൽവിൻ, അഞ്ജലി എന്ന മക്കൾ നന്നായിട്ട് വളരാൻ വേണ്ടി, അമ്മയുടെ പിണക്കം മാറാൻ വേണ്ടി, കേസുകൾ ഒഴിവാക്കി കിട്ടുവാൻ വേണ്ടി, കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി.
എനിക്ക് 2 ആൺമക്കളാണ്. ഭർത്താവിൻ്റെ മദ്യപാനം മൂലം മറ്റുള്ളവരുടെ മോശമായ ഭാഷകൾ പറയുകയും മറ്റുള്ളവരോട് എതിർത്ത് സംസാരിക്കുകയും കുടുംബത്തിൽ എന്നും അസ്വസ്ഥതകളാണ്. അത് മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി നിയോഗങ്ങളും ആവശ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അച്ഛനിത് പെട്ടെന്ന് വായിക്കുന്നതിന് കാരണം നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഈ നിയോഗങ്ങളോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചേർത്ത് വയ്ക്കാം, നമ്മുടെ ആകുലതകൾ ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഇതെല്ലാം വിട്ടുകൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. എല്ലാ വേദനകളും ആകുലതകളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഈ അപേക്ഷകൾക്ക് വേണ്ടി, ഈ യാചനകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ആവശ്യങ്ങൾ കൂടി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭാനബസിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യദാതാ, ഉണ്ണിയാമേശുവിനിൻ കൈകളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചധന്യ ജീവിത വിശുദ്ധിക്കാൻ കാണാതാകുന്നതെന്തും കാണിപ്പാൻ കെൽപ്പേഴും നീ, മാലോകർ മാനസത്തിൽ ആശ വളർത്തും താതാ, പരീക്ഷ ജയത്തിനാ നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. വിവാഹന്തസിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാം. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർത്തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പാവനേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ മാർയോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ഈ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.